വന്ന് RSS, അതുപോലെ ക്രിസ്തീയ സഭകൾ, കത്തോലിക്ക സഭ, BJP എല്ലാവരും തമ്മിലുള്ള വലിയ സംഘർഷാത്മകമായ ഡയലോഗുകളിലേക്കും സംവാദങ്ങളിലേക്കും പോയിരിക്കുകയാണ് FCRI. FCRI എന്ന് പറഞ്ഞാൽ ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സംഭാവനകളുടെ നിയന്ത്രണ ബില്ലാണ് ആക്ട്. 1976 ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. അതുവരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു, ഒരുപാട് സ്വത്തൊക്കെ കൊണ്ടുവരുമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തും ഒരുപാട് സ്വത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 1976 ഇന്ന് കർശനമായൊരു നിയമം ഉണ്ടായത്. 2010 കുറച്ചുകൂടി നിയമത്തെ ഒന്നുകൂടി ടൈറ്റ് ചെയ്തു. കണക്കുകൾ കൊടുക്കുന്ന കാര്യങ്ങളും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിൽ ഇതിനെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ എടുക്കണം, ഇങ്ങനെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു. പിന്നെ 2021, 22, 23 ഒക്കെ വലിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ FCRI പൈസ വാങ്ങണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ തന്നെ ഡൽഹിയിലെ SBIയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹി ബ്രാഞ്ചിൽ പ്രത്യേക അക്കൗണ്ട് എടുക്കണം. ആ സംഘടന ആ അക്കൗണ്ടിലെ പൈസ വരുത്താൻ പറ്റുള്ളൂ. അപ്പം ഡൽഹി SBIയിൽ നിന്ന് കണക്കെടുക്കാൻ ഗവൺമെൻറ് വിചാരിച്ചാൽ അവർക്കറിയാൻ പറ്റും ഈ രാജ്യത്ത് എത്ര NGO ഉണ്ട്, എത്ര പേർക്ക് പൈസ കിട്ടും എന്നെല്ലാം അറിയാൻ പറ്റും. 16,000-ഓളം NGOs കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 22,000 കോടി രൂപ അവർക്ക് ഒരു വർഷം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കുകളുള്ളതാണ്. അപ്പോൾ SBIയിൽ അക്കൗണ്ട് എടുക്കണം. ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നം വരുന്ന കുറേ ഭാഗങ്ങൾ കൂടി ഇപ്പോൾ കൊണ്ടുവന്നു. പുതിയതായൊരു അതോറിറ്റി വരാൻ പോവുകയാണ്. അത് ഒന്നാമത്തെ ഒരു വിഷയം അതാണ്. പുതിയതായിട്ടൊരു അതോറിറ്റി വരുന്നു, ഇത് കൺട്രോൾ ചെയ്യാനൊരു അതോറിറ്റി വരുന്നു. എന്നിട്ട് FCRI എല്ലാ വർഷവും പുതുക്കണം. FCRI പുതുക്കാതിരുന്നാലോ, പുതുക്കണമെങ്കിൽ ഒരു നടപടിക്രമമുണ്ട്, വെബ്സൈറ്റ് വഴി പുതുക്കണമെങ്കിൽ കുറേ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം. അത് പുതുക്കാതിരുന്നാലോ, അല്ലാതെ നഷ്ടപ്പെടുകയോ, ഈ സാമ്പത്തിക ഫോർച്ചറി പിടിക്കുക, സാമ്പത്തിക ക്രമക്കേട് പിടിക്കുക, എന്തെങ്കിലുമൊക്കെ വന്ന് നഷ്ടപ്പെട്ടു പോയാലോ, FCRIയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളും അതോറിറ്റിക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ഗവൺമെൻറ്റിലേക്ക് വേണമെങ്കിൽ കണ്ടുകെട്ടാം, മറ്റ് സമാനമായ നല്ല ഏജൻസികളിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ക്രക്സ് കിടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഒരു ക്രിസ്ത്യൻ മിഷനറികളും ഹിന്ദു ചാരിറ്റബിൾ സൊസൈറ്റികളും, അതുപോലെ ബാബ രാംദേവിനെ പോലുള്ള ആളുകളും, മാതാ അമൃതാനന്ദ മഠവും, അതുപോലെ തന്നെ ഇന്ത്യയിൽ 100 കണക്കിന് ഹിന്ദു സംഘടനകളാണ് FCRI പൈസ വാങ്ങുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ്, മുസ്ലിം ഓർഗനൈസേഷൻസ്. പിന്നെ ഇതിൽ വന്ന ഒരു പരാതി വന്നത്, കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം നടന്ന ഉദയകുമാറിൻ്റെ സംഘത്തിന് FCRI പൈസ പല ഏജൻസിയിലേയും കിട്ടിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിക്ക് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ FCRI പൈസ സംഘടനകൾക്ക് വന്ന സംഘടനകൾ അവിടെ വിഴിഞ്ഞത്തേക്ക് മുടക്കി. കർഷക സമരത്തിന് കുറേ പണം ഇതുപോലെ NGOകൾക്ക് പൈസ കിട്ടി. അങ്ങനെ രാജ്യത്ത് ഇതുപോലത്തെ സമരങ്ങളും കാര്യങ്ങളും ആൻറ്റി ഗവൺമെൻറ്റൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള സമരങ്ങൾ നടക്കുമ്പോൾ അതിന് പണം സഹായം NGOകൾ വഴി വരുന്നു, അത് FCRI പൈസയാണെന്നൊക്കെ ഉള്ള ഒരു ആക്ഷേപം കിടപ്പുണ്ട്. ആ ഒരു വിഷയമുണ്ട്. അത് രാജ്യദ്രോഹപരമായ കാര്യത്തിനും കൊടുക്കുന്നു എന്ന്, മതപരിവർത്തനത്തിനൊക്കെ കൊടുക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു പള്ളിക്കാർ ഒരു സ്കൂൾ തുടങ്ങി അല്ലെങ്കിൽ ഒരു ആശുപത്രി തുടങ്ങി, 50 ലക്ഷം രൂപയായി അതിൻ്റെ കെട്ടിടത്തിന്. 10 ലക്ഷം രൂപ FCRIയിൽ നിന്ന് എടുത്തത് കിട്ടിയതാണ്, 40 ലക്ഷം രൂപ നാട്ടുകാരെ നിന്ന് പിരിച്ചതാണ്. അങ്ങനെ അവർ സ്ഥാപനം നടത്തി പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അടുത്ത വർഷം വേണ്ടാന്നോ പുതുക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് ഡൗൺ ആയാൽ ഈ സ്വത്തെല്ലാം കൂടി എടുത്തുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ ഈ 50 ലക്ഷത്തിൽ 10 ലക്ഷത്തിൻ്റെ എടുത്തുകൊണ്ട് പോകുമോ, 50 ലക്ഷം എടുത്തുകൊണ്ട് പോകുമോ, ആ മൊത്ത സ്ഥാവര ജംഗ വസ്തുക്കൾ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭയത്തിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ 50% തുക അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാമായിരുന്നു, അപ്പോൾ ഇപ്പോൾ 20% എടുക്കാൻ കഴിയുള്ളൂ. നേരത്തെ സബ്ലെറ്റ് ചെയ്യാമായിരുന്നു. സബ്ലെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 10 കോടി രൂപ ഒരു ഏജൻസി കിട്ടിയാൽ 10 കോടി ഏജൻസി ചെയ്യാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൊച്ചു സംഘടനകൾ ഉണ്ടാക്കി, സിസ്റ്റർ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. ഇപ്പോൾ ഉദാഹരണം, വലിയ പള്ളി പട്ടം ബിഷപ്പിൻ്റെ കീഴിലുള്ള മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി വലിയൊരു സ്ഥാപനമാണ്. അവർ എന്ത് ചെയ്യും, പൈസ കൊണ്ടുവരും, 5-10 കോടി രൂപ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, 10 കോടി രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കൊച്ചു പള്ളികളുണ്ട്, അവരെ മലങ്കരയുടെ കീഴിൽ കൊച്ചു ആ പള്ളികളിലെല്ലാം കുഞ്ഞു സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. മേരി മാതാ, സ്വാശ്രയ, ആശ്രയ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു പേരിൽ സംഘടനകൾ ഉണ്ടാക്കി അവർക്കെല്ലാം 1 കോടി 50 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം വെച്ച് കൊടുക്കും, അവരും ചിലവാക്കും. ഇപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ ആർക്കാണോ പൈസ കിട്ടുന്നത് ആ ഏജൻസി തന്നെ ഇത് പ്രവർത്തിച്ചേ കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നത് കൊണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യം കുറയുന്നുവെന്നും, ഒരു സ്ഥാപനത്തിനെ പുതുക്കാതിരുന്നാലോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ FCRI നഷ്ടപ്പെടുകയും ചെയ്താൽ സ്ഥാപനത്തിന് അതുവരെ ഉണ്ടാക്കിയ FCRI സ്ഥാപന ജംഗമ പണത്തിലുണ്ടാക്കിയ മുഴുവൻ സ്വത്തും, തുടക്കകാലം മുതലുണ്ടാക്കിയ മുഴുവൻ സ്വത്തും പോകും. അതുപോലെ തന്നെ കൊച്ചു സംഘടനകളുടെ പൈസ വേണമെങ്കിൽ പൈസയും ഈ അസറ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ തൊട്ടടുത്ത വലിയ സംഘടനയ്ക്ക് കൊടുത്തൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ സംഘടനകൾ കുഞ്ഞു സംഘടനകളെ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ
പല ആശങ്കകളാണ് സഭ പറയുന്നത്. പക്ഷേ ഈ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ള നിലയിലാണ് കേസരിയിൽ ലേഖനം വരുന്നു, RSSകാർ ലേഖനം എഴുതുന്നു. അങ്ങനെ പിന്നെ BJPക്കാർ ഇതിനകത്ത് ഇടപെടുന്നു, ഷോൺ ജോർജ് ഇടപെടുന്നു, PC ജോർജ് ഇടപെടുന്നു, സഭക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറി പറയുന്നു, സഭക്കാർ തെറി പറയുന്നു. ഇങ്ങനെ വലിയൊരു ആവശ്യമില്ലാത്ത സംഘർഷത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രാഷ്ട്രീയമായ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ചേരിതിരിവ് കൂടി കേരളത്തിലുണ്ട്. രാജ്യത്താകെ നടപ്പിലാക്കുന്ന സംവിധാനമാണ്. ഹിന്ദു സംഘടനകൾ ഇതുവരെ ഒന്നും പുറത്തു വന്നില്ല, മുസ്ലിം സംഘടനകൾ പുറത്തു വന്നിട്ടില്ല, ക്രിസ്ത്യൻ സംഘടനകൾ മാത്രമാണ് ഇപ്പോൾ ബഹളമായി വന്നിരിക്കുന്നത്. മറ്റ് സന്നദ്ധ സംഘടനകൾ 16,000-ഓളം വരുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, അവരുടെ കൺസോർഷ്യം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്ത് ആശങ്കകൾ മാറ്റി രാജ്യം നാഷൻ ഫസ്റ്റ്, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നടക്കുകയും വേണം. ഈ കൊണ്ടുവരുന്ന പണം നമുക്ക് പിന്നെ വേറൊരു പ്രശ്നം പറ്റുന്നത്, ഇങ്ങനെ ഒരുപാട് കർശനമായ ആരും പണത്തിന് അപ്ലൈ ചെയ്യത്തില്ല. ഏതെങ്കിലും രാജ്യക്കാർ പൈസ കൊടുക്കണം, അത് കിട്ടാതെയും പോകും, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ പണം വരട്ടെ, വ്യാപകമായി പണം വരട്ടെ, വരുന്ന പണം ക്രിയേറ്റീവ് ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തട്ടെ. ഇവിടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, സാധാരണ ആളുകൾ, പിന്നെ അസുഖം പിടിച്ചവർ, രോഗബാധിതരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ആ സഹായം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരട്ടെ, പണമുള്ളവരെന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള നല്ല നിയമമായി ഇതിനെ മാറ്റണം. അതിനുള്ള നടപടികൾ ഉണ്ടാവണം. ആൻറ്റി സോഷ്യൽ ഇലമെൻസോ ആൻറ്റി നാഷണൽ ഇലമെൻസോ ഒക്കെ നടക്കുകയാണെങ്കിൽ അത് പിടിക്കാൻ വേറെ നിയമം, വേറെ സംവിധാനം ആലോചിക്കണം. ഇതിനകത്ത് വേറെ നിയമമല്ല, ഇതിനകത്ത് വേറെ സംവിധാനം ആലോചിക്കണം. അല്ലാതെ ഇത് കുത്തിത്തിരിച്ച് എല്ലാം കൂടി കുഴച്ച് ഇത് BJP RSS പിന്നെ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധ ബില്ലുകൾ എന്നുള്ള നിലയിലൊന്നും ഇതിനെ ചർച്ച ചെയ്യുന്നത് കാര്യമില്ല. മതപരിവർത്തനം നടത്താൻ നിൽക്കുമ്പോൾ മതപരിവർത്തനം നിന്നു കൊടുത്തിട്ടാണല്ലോ മാറ്റുന്നത്. അങ്ങനെയുണ്ടല്ലോ. ഹിന്ദുക്കളായവർ മതപരിവർത്തനത്തെക്കുറിച്ച് സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ മാറാൻ നിന്നിട്ടല്ലേ മാറ്റുന്നത്, അല്ലാതെ മാറാത്ത എത്രയോ ആളുകളുണ്ട്. 10,000 മാറുന്നില്ലല്ലോ, കുറച്ച് പേരല്ലേ മാറാൻ നിൽക്കുന്നത്. ആര്യ, ഗോതമ്പ, പുട്ട ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ മാറാൻ നിൽക്കുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇത് ഓരോ വിഷയങ്ങളെ അതിൻ്റേതായ മെരിറ്റിൽ ചർച്ച ചെയ്യാതെ ചക്ക കുഴയ്ക്കുമ്പോൾ എല്ലാം കൂടെ കുഴച്ച് അതിന് ചാളക്കറിയും വെച്ച് തിന്നുകൊണ്ട് അടിയുണ്ടാക്കണ ഒരുതരം നാലാംകിട രാഷ്ട്രീയമാണ് ഇതിനകത്ത് കടന്നു കയറി കിടക്കുന്നത്. അതിൽ നിന്ന് എല്ലാവരും പിന്തിരിയുക. ഈ നിയമം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെരിറ്റിൽ ചർച്ച ചെയ്യുക. ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട കക്ഷികളും ഏജൻസികളും ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെടുത്തി ആവശ്യമായ ഭേദഗതികളും ഉപേക്ഷിക്കലുകളും എന്താണ് വേണ്ടത് അത് ചെയ്യുക. അതിനു പകരം ഈ ചക്കളത്തെ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവുമില്ല. പൊതുജനങ്ങൾക്ക് ഈ സംവിധാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമാകുന്നുള്ളൂ.